അറിയപ്പെടുന്ന റൌഡി ശരൺചന്ദ്രന്റെ പാർട്ടി പ്രവേശനം തീർത്ത വിവാദ ചുഴി അടങ്ങും മുൻപാണ് സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന കഞ്ചാവ് കേസ്. തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് തെറ്റുതിരുത്തലിലേക്ക് കടന്ന പാർട്ടിക്ക് പത്തനംതിട്ടയിൽ പക്ഷേ തുടർച്ചയായി പ്രഹരമാണ് വന്നുചേരുന്നത്. പാർട്ടിയിലേക്ക് എത്തുന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കുന്നതിലെ ജാഗ്രതക്കുറവ് തന്നെയാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. യുവാക്കളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിനായി വേദിയൊരുക്കിയ കുമ്പഴിയിൽ നിന്നാണ് യദുകൃഷ്ണനെ എക്സൈസ് പൊക്കിയത്. ഏറെക്കാലമായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. പുകവലിക്കായി കയ്യിൽ കരുതിയ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കേസ് രജിസ്റ്റർ ചെയ്ത ഇയാളെ ജാമ്യത്തിലിറക്കാനെത്തിയതും മലയാലപ്പുഴയിൽ നിന്നുള്ള പാർട്ടി സഖാക്കളാണ്. യദുകൃഷ്ണനുമായി സംസാരിച്ചപ്പോൾ അത്തരം ഒരു കഞ്ചാവ് ജീവിതത്തിൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, എന്നെ മോശപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ് എന്നാണ് യദുകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ക്രിമിനലുകളെ അടക്കം സിപിഎമ്മിലെടുത്ത നടപടിയെ പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. മന്ത്രി മാലയിട്ട് സ്വീകരിച്ച 62 പേരിൽ ഒരാൾ കഞ്ചാവ് കേസിൽ പ്രതിയ. സർ, അവര് ക്രിമിനൽസ് ആണ്. നിലപാട്. ഇതര പാർട്ടികളിൽ അംഗങ്ങളായിരുന്ന 62 പേരാണ് പോയ വാരം ഇവിടെ സിപിഎമ്മിൽ ചേർന്നത്. മലയാലപ്പുഴ മേഖലയിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചായിരുന്നു നടപടി. അനുഭാവികളായി എത്തിയവരെ സ്വീകരിച്ച ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ഉദ്ഘാടക. അതേസമയം ആർക്കും സിപിഎം അംഗത്വം നൽകിയിട്ടില്ലെന്നും വന്നവരെല്ലാം അനുഭാവികളായി തുടരുക മാത്രമാണ് ചെയ്യുന്നതെന്നും മുതിർന്ന നേതാവ് പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.